അസ്സലാമു അലൈക്കും. നമസ്കാരം. റഹ്മത്തുള്ളയാണ്. യുവാക്കൾക്കിടയിൽ അധികരിച്ചു വരുന്ന ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏകദേശം 35 വയസ്സിന് താഴെയുള്ള ഒരുപാട് യുവാക്കളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കൊറോണ വാക്സിന് ശേഷമാണ് ഇതുപോലെ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളതെന്നാണ്. എങ്കിൽ ആ പറയുന്ന ആളുകളോട് ഇത് പ്രായമായിട്ടുള്ള ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട് കൊറോണ വാക്സിൻ. അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, ഇത് ഒരു ജിംനേഷ്യൻ ട്രെയിനറുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ അധികരിച്ചു വരുന്ന യുവാക്കളിലുള്ള ആകസ്മികമായിക്കൊണ്ടുള്ള അകാലത്തിലുള്ള ഇങ്ങനെയൊന്നും മരണത്തിനില്ല. അത് മറ്റൊരു കാര്യം, അത് നമുക്ക് വിശദീകരിക്കാം. പെട്ടെന്നുള്ള യുവാക്കളിലുള്ള കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹൃദയസ്തംഭനം പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ കേട്ടൊരു വാർത്തയാണ്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ഡെസ്കിൽ തലവെച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ഒരു അനക്കം പോലും ഇല്ലാതെ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാനുള്ളത്. അതിന് മുമ്പായിക്കൊണ്ട് പറയുവാനുള്ളൊരു കാര്യം, പ്രിയ സുഹൃത്ത് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ പ്രിയ മാതാവ് ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ആ വിവരം അറിയുന്നത്. ഇന്ന് 10 മണിക്ക് ആ മാതാവിൻ്റെ ഖബറടക്കവും നടന്നിട്ടുണ്ട്. ജമീല ബീവി 85 വയസ്സാണ്. ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ മാതാവും പുത്തൻതെരുവ് കുന്നേൽ വീട്ടിൽ മർഹൂം മെയ്തീൻ കുഞ്ഞ് അവர்களுടെ ഭാര്യയുമായ ജമീല ബീവി 85 വയസ്സ് നിര്യാതയായി. ഖബറടക്കം ഇതിൽ കാണിച്ചിട്ടുള്ളത് നാളെ 6/2/2025 രാവിലെ 10 മണിക്ക് എന്നാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് അവരുടെ ജനാസ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ മാതാവിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ബന്ധുമിത്രാദികൾക്കൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആ മാതാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവരെയും നമ്മെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ആ ജിംനേഷ്യൻ ട്രെയിനർ അദ്ദേഹം പറയുന്ന വാക്കുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ ആ വാക്കുകൾ പറയുന്നത്. സാധാരണഗതിയിൽ യുവാക്കളിൽ ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ഇത് രണ്ടും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി ആളുകളാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. ഇതിനൊക്കെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കൊറോണ വാക്സിൻ, COVID-19 പ്രതിരോധിക്കുവാനുള്ള വാക്സിൻ നൽകിയതിന് ശേഷമാണ് ഇങ്ങനെ യുവാക്കളിൽ മരണം അധികരിച്ചത് എന്നാണ്. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രായമായവർക്കും ഇതുപോലെ തന്നെ ഈ COVID-19 പ്രതിരോധിക്കുവാനുള്ള വാക്സിനും അതിൻ്റെ ബൂസ്റ്റർ ഡോസും ഒക്കെ അടിച്ചവരുണ്ട്. അവരിൽ ഇത്തരം ഒരു മരണനിരക്ക് കാണുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇവിടെ കോവിഡ് വാക്സിൻ എന്നുള്ള ആ ഒരു കാര്യമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്, നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ് എന്നുള്ളത് തന്നെയാണ് ആ 3 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോഴും ഒരു യുവാവ് പെട്ടെന്ന് ആകസ്മികമായിക്കൊണ്ട് അകാലത്തിൽ, ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞു അതങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, മരണത്തിന് അകാലമൊന്നുമില്ല, കാലത്തിന് തന്നെയാണ് മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആ ഒരു അജല്, ഖദറിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ആ അജലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രയായേ പറ്റൂ. നമുക്ക് ഈ ലോകവും ഈ ലോകത്തുള്ള മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു മറ്റൊരു ജീവിതത്തിലേക്ക്, ലോകത്തേക്ക് നമുക്ക് യാത്ര ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ അടുത്ത ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അതുപോലെ തന്നെ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. എൻ്റെ തൊട്ട് അയൽപക്കത്തുള്ള ഒരു സഹോദരൻ ഇപ്പോൾ അടുത്താണ് ഇതുപോലെ തന്നെ സുബഹി നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുകയും അദ്ദേഹത്തിന് സുബഹിക്ക് ആ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായത്. മസ്ജിദിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകം വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വാക്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ഒരു വിധിയാണ് എന്ന് കരുതിക്കൊണ്ട് ഇനി ഒരു കാര്യം പറയാം. ഇവിടെ മരണത്തെ തടുക്കുവാനുള്ളൊരു കാര്യമൊന്നുമല്ല അവിടെ അദ്ദേഹം പറയുന്നതും ഞാൻ പറയുന്നതും. ഇവിടെ നമ്മൾ അറിഞ്ഞ
ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ COVID-19 വന്നതിന് ശേഷം മാസങ്ങളോളം വീടുകളിൽ അടച്ചിരുന്നവരാണ്. അത് നാട്ടിലാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിലുമൊക്കെ ഭക്ഷണം കൂടുകയും വർക്കൗട്ട് കുറയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഈ തട്ടുകടകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഹോട്ടൽ സംസ്കാരം അതിനെയൊന്നും നിഷേധിക്കുകയല്ല, ആ ഭക്ഷണമൊന്നും കഴിക്കാത്തവനല്ല. ഇപ്പോൾ ഈ വീഡിയോ പറയുന്നതിന് തലേ ദിവസം മഗ്‌രിബ് നമസ്കാരാനന്തരം മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം ഉംറയ്ക്ക് പോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹോട്ടലിൽ പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അത് ആ ഒരു സംസ്കാരത്തിലുള്ള ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. പക്ഷെ നമ്മൾ അത് തന്നെ ആക്കരുത്. നമ്മുടെ ഫുഡ് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങൾ അതിൽ വല്ലാതെ മാറ്റം വരുമ്പോൾ കൂടുതൽ കൊഴുപ്പുള്ള എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായ കാര്യം അത് തന്നെയാണ്. അദ്ദേഹം പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അത് വിശദീകരിക്കാം. കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 3 പഠന വിദ്യാർത്ഥികൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് നമ്മളുടെ ചിട്ടയില്ലാത്ത ജീവിതശൈലിയാണ്. അതുപോലെ തന്നെ നമ്മളെ ഫാസ്റ്റ് ഫുഡ് രാത്രി കാലങ്ങളിൽ 10 മണിക്ക് ശേഷം ഹെവി ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ആ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ 6 മാസത്തോളം ഇതിന്റെ പിന്നാലെ ഗവേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഹൃദയം ഓവർ പണിയെടുക്കുന്നത് ഇത് ഡൈജഷൻ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാത്രി കാലങ്ങളിൽ 10 to 6 ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക. രാത്രി കാലങ്ങളിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. ചില ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞ ചില ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ അതിൽ ദഹിക്കാത്ത എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഇറച്ചി വരെ ഉണ്ടായിരുന്നു എന്ന് ആ പഠന റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ കൊറോണ വാക്സിൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ്, ചിട്ടയില്ലാത്ത ഭക്ഷണ രീതിയാണ്. രാത്രി കാലങ്ങളിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. വ്യായാമം ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫിറ്റ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫിറ്റ് എന്നാണ് അദ്ദേഹം അവിടെ അവസാനമായി കൊണ്ട് പറയുന്നത്. അത് തന്നെയാണ് പറയുവാനുള്ളത്. നമ്മൾ വർക്കൗട്ട് കുറഞ്ഞു, ഭക്ഷണം കൂട്ടി, അതിൽ ഇപ്പം ഈ നമ്മൾ പറഞ്ഞ മരണപ്പെട്ടതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തുന്നതെങ്കിൽ അത് സംശയാസ്പദമായിക്കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പഠനമാണ് ഇതിലേക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. അവരുടെ ആമാശയത്തിൽ കിടക്കുന്ന ഫാസ്റ്റ് ഫുഡിൻ്റെ അതിപ്രസരം അത് തന്നെയാണ് അവിടെ ഒന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണം അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ തന്നെ അത് ഡൈജസ്റ്റ് ആകുവാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റേ വേണ്ടുള്ളൂ. എന്നാൽ ഒരു കഷ്ണം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ 3-4 മണിക്കൂർ വേണം. എന്നാൽ അത് ബീഫ് അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു തരത്തിലുള്ള റെഡ് മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടുതൽ ടൈം എടുക്കും. അത്രയും ടൈം അത് ദഹിക്കുവാൻ എടുക്കുകയും അതിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ്, അതിനൊപ്പമുള്ള കൊഴുപ്പും അതിനോട് അനുബന്ധമായിക്കൊണ്ട് തന്നെ ആഡ് ചെയ്യുന്ന എണ്ണയിൽ നിന്നുള്ള കൊഴുപ്പുകളും ഒക്കെ നമ്മുടെ ശരീരത്തെ ദുർബലമാക്കുന്നുണ്ട്, രോഗാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ വാക്സിൻ, COVID-19 പ്രതിരോധിക്കുവാനുള്ള വാക്സിനെ മാത്രം കുറ്റം പറയരുത്. അത് ചെയ്തവർ അതിനെ മാത്രം പഴിച്ചുകൊണ്ട് ജീവിതം ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുവാനുള്ളത്. ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ മാതാപിതാക്കളൊക്കെ കൊറോണ വാക്സിൻ അടിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും 4 മക്കളും അത് ഇതുവരെയും എടുത്തിട്ടില്ല. അന്ന് തന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കൊറോണ വാക്സിൻ എടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതും ഒരു കാരണമായി കൊണ്ടു നടക്കേണ്ടതില്ല. ഭക്ഷണം ക്രമീകരിക്കുക, ചിട്ടയായ ജീവിതം നയിക്കുക, പരമാവധി എക്സർസൈസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. സന്ധ്യാസമയത്തിന് മുമ്പ്, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് തന്നെ നമ്മൾ വേവിച്ച ആഹാരങ്ങൾ കഴിച്ചിരിക്കണം. സന്ധ്യാസമയത്തിന് ശേഷം മഗ്‌രിബ് നമസ്കാരാനന്തരം
വേവിച്ച ഫുഡ് കഴിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. വല്ല ജ്യൂസ്, അതുപോലെ വെള്ളം, ഫ്രൂട്ട്സ്, പച്ചക്കറി ഐറ്റംസ് വേവിക്കാത്തത് ഒക്കെ കഴിക്കുക. അതാണ് രാത്രി കഴിക്കാൻ നല്ലത്. എന്നാൽ അതും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കരുത്. നമ്മൾ കുറച്ച് അതിന് ദഹിക്കുവാനുള്ള ഒരു സമയം കൊടുക്കുക. അതുപോലെ ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുകയും അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫിറ്റായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് പറയുവാനുള്ളത് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫിറ്റ്.